MJ അങ്കിൾ, Yes. ഇനി ഒരു ഗോൾഡൻ ഹിറ്റ്സ് റൗണ്ട് ആയാലോ? യെസ്. ഒരു ഗോൾഡൻ സോങ് കേൾക്കാം നമുക്ക്. അതിനുവേണ്ടി ജഗത് കുട്ടനാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ജഗത് ഓൺ സ്റ്റേജ്. ഹായ്. ഹായ് ഹായ്. ചേട്ടാ ചോട്ടൻ ചോട്ടൻ. അതെ, ഇന്നൊരു ചോട്ടനാണ് മുണ്ടൊക്കെ ഉടുത്ത്. ശേഖര ചന്ദ്ര കിഷോര ജഗത് കുട്ട. തിരിഞ്ഞു പോയാ എപ്പോഴും ഒരേ പേരായ മതിയോടാ. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ചേഞ്ച്. ഒരു ചേഞ്ച് ഒക്കെ ആരാണ് ആഗ്രഹിക്കാത്തത്? ആഗ്രഹിച്ചു. കങ്കാരു റിലേഷൻസ്. വാവ്, താങ്ക് യു. വെറൈറ്റി, നൈസ് റിലേഷൻ. എന്തിനാണ് അടുത്ത റൗണ്ടിലേക്ക്? അടുത്ത റൗണ്ടിലേക്ക് ആര് പറന്നു കയറി? ഞാൻ. മിടുക്കനാണ്. താങ്ക് യു. പിന്നെ എനിക്ക് MJ അങ്കിളിനോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോടാ. ഞാനും അച്ഛനും ഒരു ദിവസം കാറിൽ പോകുന്ന സമയത്ത് MJ അങ്കിളിന്റെ ഒരു പാട്ട് കേട്ടു, മറ്റേ ദോശപ്പാട്ടില്ലേ, കമ്പത്താൻ. അപ്പൊ അതില് നല്ല പരിചയമുള്ളൊരു സൗണ്ട്, മറ്റേ ഡയലോഗ് പറയുന്ന സമയത്ത് ഞാൻ ഒരു 4 വട്ടം ബാക്കൗട്ട് ആക്കി നോക്കി. കുറെ പ്രാവശ്യം ബാക്കൗട്ട് ആക്കി, ആരാണ് മനസ്സിലാവാത്തോണ്ട്. പിന്നെ മനസ്സിലായ MJ അങ്കിളാണെന്ന്. അതെല്ലോ. അതിൽ ആദ്യം ഒരു റാപ്പുണ്ട്, സാധാ ദോശ, കല്ല് ദോശ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിന്ന് പറഞ്ഞാ അത് റെക്കോർഡ് ചെയ്യുന്നത് ചെന്നൈയിലാണ്, മ്യൂസിക് ലോഞ്ച് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ്. അത് സാലിഗ്രാമത്താണ്. ഇപ്പൊ രാവിലെ 7 മണിയായപ്പോഴത്തേക്കും പതുക്കെ അവിടെ ഒരു സ്കൂട്ടർ ഉണ്ട് നമ്മുടെ എഞ്ചിനീയറുടെ. ആ സ്കൂട്ടറിനകത്ത് കയറി നേരെ ശരവണ ഭവന് വിട്ടു. അവിടെ ഒരു കാപ്പിയും കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ എന്തൊക്കെ ദോശ കിട്ടും? അപ്പൊ മെനു കാർഡ് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഒരെണ്ണം ഞാൻ എടുത്തോട്ടാ. എടുത്ത് പോക്കറ്റിലിട്ട് അടുത്ത അങ്ങനെ പല പല കടകളിൽ പോയി എല്ലായിടത്തെയും ദോശയുടെ മെനു ഇങ്ങനെ എടുത്ത് ഒരു 15-16 മെനു എന്റെ പോക്കറ്റിലുണ്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് ഇതിനെ എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഒരു റാപ്പാക്കി. മുതലാളികൾ ശ്രദ്ധിക്കുക, എന്തൊക്കെ റിസർച്ച് ആണല്ലേ അത് ഇവിടുത്തെ പോക്കറ്റിലുണ്ടാവും. അപ്പൊ ശങ്കർജി വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ശങ്കർജി പറഞ്ഞു ദോശപ്പാടാ സൂപ്പർ വർക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക ഒരു ഛായയിലാണ് ഇത് പാടാൻ. ദോശ നല്ലൊരു ദോശ വേണോ, ദോശ തിന്നാൻ ആശയുണ്ടോ, ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടൊരു കപ്പലോടും ആശയുണ്ടോ, ഒരു ദോശ തിന്നാൻ ദോശ തിന്നാൻ ഇങ്ങനെ പാടുന്നത്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം പാടിയത്. എന്തായാലും ഈ ദോശപ്പാട്ടിനെ ഓർമ്മിപ്പിച്ചത് ഈ ഭയങ്കര സന്തോഷാടാ. മാത്രമല്ല എനിക്ക് ദോശയാണ് ഏറ്റവും ഇഷ്ടം. 3 നേരം തന്നാലും ഞാൻ കഴിക്കും. മസാല ദോശ, മസാല ദോശ, അത് ഞാൻ പാടി. അതിൽ പല ഫ്രേസസ് ഞാൻ പാടിയിട്ടുണ്ട് ഈ ശബ്ദത്തില്. ഓക്കെ, ഇനി വരാൻ വന്നത് ഒരു ഹണിമൂൺ പാട്ടാണ് അല്ലേ? സിനിമയുടെ പേരല്ലേ ഹണിമൂൺ? മധു ചന്ദ്രിക, അതല്ലേ ഹണിമൂൺ? ശ്രീകുമാരൻ തമ്പി സാറ് എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സോങ് ആണ്. MK അർജുനൻ സാറാണ് അതിന് സംഗീതം ചെയ്തിരിക്കുന്നത്. അതിന്റെ വർഷം 1974. ഏകദേശം MJ അങ്കിളിന്റെ വയസ്സ്. ഏകദേശം മധുങ്ങളുടെ എനിക്ക് അതിനേക്കാളും വയസ്സ് കുറവാണ്. വർഷം കുറവാണ് ഉദ്ദേശിച്ചത്. വർഷം. ഇതൊരു പ്രത്യേക പൂവിന്റെ ഗന്ധമുള്ള പാട്ടാണ്, മല്ലിക പൂവിന്റെ മധുര ഗന്ധം അല്ലേ? അപ്പൊ പാടിക്കൂടെ? All the best. All the best. മല്ലികപ്പൂവിൻ മധുരഗന്ധം, മന്ദസ്മിതം പോലും ഒരു വസന്തം. മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. മാലാഖകളുടെ മാലാഖ നീ, മമ ഭാവനയുടെ ചാരുത നീ. മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം.
മന്ദസ്മിതം പോലും ഒരു വസന്തം. മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. പെട്ടെന്ന് കഴിഞ്ഞല്ലേ? പെട്ടെന്ന് കഴിഞ്ഞാണ്. വെരി നൈസ്. ജഗത് കുട്ട, എന്തോ ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഉഗ്രം പാട്ടാണ്. നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു പാട്ടാണ് അല്ലേ? അതിൽ ചില ഭാഗങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. പ്രത്യേകിച്ച് സൗഗന്ധിക കുളിർ ചിന്തകളാൽ എന്നിൽ സംഗീതമാല ചൊരിഞ്ഞു. പിന്നെ ചരണത്തിന്റെ ലാസ്റ്റ് ലൈൻ അത് എങ്ങനെയായിരുന്നു? ലാസ്റ്റ് നീ എന്ന മോഹന രാഗമില്ലെങ്കിൽ ഞാൻ നിശബ്ദ വീണയായേനേ. പക്ഷെ വീണയായേനെ അത് ശരിയാകാനുണ്ടായിരുന്നു ടേക്കിൽ. ഇപ്പൊ പാടിയപ്പോൾ ഏകദേശം അത് ഓക്കെ ആയി കേട്ടോ. പിന്നെ ബിഗിനിങ് പല്ലവി തുടങ്ങിയില്ലേ, മല്ലികപ്പൂവിന്, അത് കുറച്ച് ശ്രുതിയിൽ വേണമായിരുന്നു. പിന്നെ കുറച്ച് വോയിസ് ഇത്തിരി എന്താ പറയുക, കുറച്ച് മഫിൾഡ് ആയിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്തിട്ട് അടഞ്ഞതാണോ? ഞാനിപ്പം ഈ ചെവി വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ആണോ? കുറെ ആന്റിബയോട്ടിക് അന്നേരം അതിന്റെ എഫക്റ്റ് ആണ്. ഓ അത് ശരി ശരി, ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. പല്ലവിയിൽ ബേസ് കിട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തു, അനുപല്ലവിയിലും ചരണത്തിലും ഹൈ പിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫെക്ഷൻ മുഴുവനായിട്ട് ചില ലൈൻസിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ചരണത്തിൻ്റെയും തുടക്കം ബീജി കഴിഞ്ഞിട്ട് വന്ന ശ്രുതിയിലേക്ക് ചേർന്നിട്ടില്ല. വർണ്ണരഹിതമാം നിമിഷദളങ്ങളെ സ്വർണ്ണ പതംഗങ്ങളാക്കി. അതുപോലെ തന്നെ നെക്സ്റ്റ് ലൈൻ്റെ പുഷ്പങ്ങൾ തുടക്കം അത്രയും വരെ. ബാക്കി പിന്നെ ഓക്കെ ആയി. എനിക്ക് തോന്നുന്നത് ശബ്ദത്തിൻ്റെ ഈ ഒരു പ്രശ്നം അതിനെ പാട്ടിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളും. പക്ഷെ എന്നിട്ടും പല ഭാഗങ്ങളും മനോഹരാക്കി എന്നുള്ളതാണ്. അതാണ് ജഗത് കുട്ടൻ്റെ കഴിവ്, പ്രത്യേകത. ഓക്കെ, എന്തായാലും കൊള്ളാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ ക്യാപ്റ്റൻ, ഞാന് നമ്മുടെ ജഗത് കുട്ടന്റെ പാട്ട് ഈ മോഹന രാഗത്തിലുള്ള കേട്ടപ്പോ ഉടനെ ഞാൻ പഴയ കാലത്ത് ദേവരായ മാസ്റ്ററുടെ പാട്ടുകൾ ഇങ്ങനെ ഓർക്കായിരുന്നു. അപ്പൊ ദേവരായ മാസ്റ്ററുടെ പ്രഥമ ശിഷ്യനാണ് ശരിക്ക് MK അർജുനൻ മാഷ്. അപ്പോ ദേവരായ മാസ്റ്ററുടെ ടച്ചാണ് ഈ പാട്ടിലെ സംഗതികളിലെല്ലാം ഒരു മോഹനത്തിന്റെ ടച്ച്. എനിക്ക് തോന്നുന്നു ദേവരായ മാസ്റ്റർ 97-98 പാട്ടുകൾ ഈ രാഗത്തിൽ ചെയ്തിട്ടുണ്ട്, ഈ മോഹന രാഗത്തില്. അപ്പോൾ ഈ KPSCയിൽ MK അർജുനൻ സാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കഥയാണ്. അതായത് KPSCയിൽ ദേവരായ മാസ്റ്റർ അന്ന് മെയിൻ മ്യൂസിക് കമ്പോസറാണ്. അപ്പോൾ ഒരു ഹാർമോണിയം പ്ലെയർ വേണം, ഹാർമോണിസ്റ്റ് വേണം. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് MK അർജുനൻ സാർ അവിടെ എത്തുന്നത്. അപ്പൊ സാർ ഇങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യുക, ദേവരായ മാസ്റ്റർ അകത്താണ്, പേടിയാണ്. അപ്പോൾ ഒരാള് ഉള്ളിലോട്ട് വന്നിട്ട് മാസ്റ്റർ അടുത്ത് പറഞ്ഞു, ഒരു അർജുനൻ എന്ന് പറഞ്ഞ ഒരാള് വന്നിട്ടുണ്ട്, ഹാർമോണിസ്റ്റ് ആണ്. അപ്പോൾ ഉടനെ മാസ്റ്റർ പറഞ്ഞു, ഏത് അർജുനനായാലും സഹദേവനായാലും നേരെ വേണം, നിന്നില്ലെങ്കിൽ പറഞ്ഞു വിടും എന്ന് പറഞ്ഞേക്ക്. അങ്ങനെയാണ് ദേവരായ മാസ്റ്ററുടെ ഒരു രീതി, ഒരു. പക്ഷേ അതിനുശേഷം ഇദ്ദേഹം സംഗീത സംവിധാനം ആകുമ്പോഴത്തേക്കും പിന്നെ ദേവരായ മാസ്റ്ററുടെ ശിഷ്യനായിട്ട് വരുമ്പോഴത്തേക്കും പല പാട്ടുകളും ഇങ്ങനെ ദേവരായ മാസ്റ്റർ അദ്ദേഹം പാടി കേൾപ്പിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. അർജുനൻ മാസ്റ്ററുടെ ആ ഒരു ഗുരുത്വം, അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ്, ആ ഗുരുവിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം എല്ലാം ഈ പാട്ടിൽ കാണാനും പറ്റും. മോനെ, ഇത് കുറച്ച് എനിക്ക് തോന്നുന്ന ജഗത്തിന് കുറച്ച് ടഫാണ്. പ്രത്യേകിച്ചും ഇതിന്റെ റേഞ്ച് കുറച്ച് പ്രശ്നമാണ്. വർണ്ണരഹിതമാം നിമിഷദലങ്ങളെ അതെങ്ങനെയാ പാടിയത്? വർണ്ണരഹിതമാം നിമിഷദലങ്ങളെ സ്വർണ്ണ പതംഗങ്ങളാക്കി അതാണ് വർണ്ണരഹിതമാം. അവിടെ ശ്രുതി കുറച്ച് രഹിതമായി പോയ പോലെ ഉണ്ടായിരുന്നു നേരത്തെ കേട്ടോ. പിന്നെ പേമത്തിൻ എന്ന് പാടിയ പോലെ തോന്നി, പ്രേമത്തിനാണ്. അതൊന്ന് പാടി കേൾപ്പിക്കാമോ? പുഷ്പങ്ങൾ തേടുമീ കോവിലിൻ പ്രേമത്തിൻ, പ്രേമത്തിൽ കോ
ക്ലാരിറ്റി. അതാണ് ആ മേളിലോട്ടുള്ള കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. ഇനി രണ്ടാമത് പാടിപ്പിക്കുന്നില്ല. ഈ ശ്രുതി എന്ന് പറയുന്ന സാധനം ഇതാ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും നമ്മൾ ശ്രുതിയെ പറ്റി പറയാൻ പാടില്ല, താളത്തിനെ പറ്റി പറയാൻ പാടില്ല, പൊതുവേയുള്ള ലയത്തിനെ പറ്റിയും പറയാൻ പാടില്ല. അതൊക്കെ ബേസിക്സ് ആണ്. ബേസിക്സ് റൈറ്റായ ആൾക്കാരാണ് നമ്മൾ സെക്കൻഡ് ഇതിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ മിടുക്ക് കാണിക്കണം എപ്പോഴും കേട്ടോ. ഇന്നത്തെ സെലക്ഷൻസിൽ പാട്ട് സെലക്ഷൻ നമ്മുടെ റേഞ്ചിനനുസരിച്ചായിരിക്കണം. സംഗതികൾ നമുക്ക് പാടാവുന്ന ടൈപ്പ് ഉള്ള പാട്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ സോങ് സെലക്ഷന്റെ കാര്യത്തിൽ വളരെയധികം ആലോചിക്കേണ്ടതുണ്ട് കുട്ടാ. ഓക്കെ. ജഗത് കുട്ടാ, ദേവരാ മാസ്റ്ററുടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മോഹന രാഗത്തിലുള്ള ഒരു പാട്ട് ഇതാ ജഗത് കുട്ടന് വേണ്ടി. സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ചതിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ചതിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രീ നവരാത്രി. ജഗത് കുട്ട, എന്തോ എനിക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം. എന്താണ്? നമ്മളെ നോക്കി എന്തിനാണ് പാടുന്നത്? ക്യാമറ നോക്കി പാടിക്കൂടെ ജഗത് കുട്ട? ഇങ്ങോട്ട് നോക്കല്ലേ. ഞങ്ങളുടെ ഇതുപോലെ ഫേസ് ചെയ്തിട്ടാ ഫുൾ പാട്ട് പാടുന്നത്. ഞങ്ങളെ നോക്കേ വേണ്ട കേട്ടോ. ഓഡിയൻസിന് വേണ്ടിയിട്ടാ പാടുന്നത്. ക്യാമറയിലോട്ടേക്ക് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, മറന്നു പോകരുതേ. ഇനി പറയില്ല ഇത്. ബാക്കിയൊക്കെ ഏകദേശം ചേട്ടനും MJ സാറും പറഞ്ഞു. എനിക്കും ഒരു ക്ലാരിറ്റി കുറവ് തോന്നി. ചിലപ്പോൾ ആ ഒരു വോയിസിന്റെ പ്രശ്നം കൊണ്ടാവാം. പിന്നെ എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ക്ലാസിക്കൽ ഫ്ലേവർ വരുന്നതാണ്. നല്ല ക്ലാസിക്കൽ ഫ്ലേവർ വരുന്ന ഒരു പാട്ടാണ്. അപ്പം കുറച്ച് ഹെവി ആയി പോയോ എന്നുള്ളൊരു ഡൗട്ടും വന്നു. പക്ഷെ മിടുക്കനാണ്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോ ജഗത് കിഷോര ചന്ദ്രശേഖരന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 96.5 on 100. താങ്ക് യു സർ. ജഗത് കുട്ട, അതിന്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു പറ്റിയേ? ചെവി വേദന. ചെവി വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയതാ? ഏത് ഹോസ്പിറ്റലിലാ? പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ. മധുമംഗൾ, ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ സൗകര്യം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലുണ്ട്. അതെ, എന്താ പറയാ, പണ്ടത്തെ പോലെ മറ്റേ ക്യൂ നിന്നിട്ടൊന്നും ടിക്കറ്റ് എടുക്കണ്ട, എല്ലാം ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? അതെ, ഈ ഹെൽത്ത് എന്നാണ് ആ പദ്ധതിയുടെ പേര്. മധു, പരിപാടി സിമ്പിൾ ആണ്. നമ്മൾ ഈ ഹെൽത്ത് വഴി നമ്മൾ OP ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡോക്ടറെ കാണാനുള്ള കൃത്യം സമയം കൂടി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ. ശാസ്ത്രത്തിന്റെ ഒപ്പം നമ്മുടെ കൊച്ചു കേരളവും വളരുന്നതിന്റെ ഒരു തെളിവാണ് ഇതെല്ലാം. അല്ല മീനൂട്ട, ഇതെങ്ങനെയാ ചെയ്യുന്നത്? മീനൂട്ടി ചെയ്തിട്ടുണ്ടോ? അത് എളുപ്പമാ. നമ്മുടെ ehealth.kerala.gov.in എന്ന പോർട്ടലിൽ കയറിയിട്ട് ആധാർ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഹെൽത്ത് ID കിട്ടും. എന്നിട്ട് ഈ യുണീക്ക് IDക്ക് 16 ഡിജിറ്റ്സ് ആണുള്ളത്. അത് വെച്ച് നമുക്ക് OP ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. അന്നേരം നമുക്ക് കിട്ടുന്ന ടോക്കൺ മെസ്സേജ് വഴിയോ പ്രിന്റ് ഔട്ട് എടുത്തോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡോക്ടറിനെ കാണാം. അതായത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട്, നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് പോവാം. യെസ്. പിന്നെ ഇതിനു വേണ്ടി ഒരു ആപ്പ് ഇറക്കിയിട്ടുണ്ട്. ME ഹെൽത്ത് ആപ്പ് എന്നാണ് ഇതിന്റെ പേര്. ഈ ആപ്പ് വഴി ഈ സേവനങ്ങളെല്ലാം നമുക്ക് ലഭ്യമാണ്. എന്തോ എനിക്കൊരു ഐഡിയ. An idea can change your life. എനിക്കറിയായിരുന്നു അത് പറയുന്നു. അപ്പൊ അതെങ്ങനെ വെച്ചാൽ നമുക്ക് ടോപ്പ് സിംഗറിന് ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ഭയങ്കര രസാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ വീഡിയോസ്, അതുപോലെ ഓരോ എപ്പിസോഡ്സും എല്ലാം ഈ ആപ്പിൽ വരും. ഇനി എന്തൊക്കെ ടോപ്പ് സിംഗറിൽ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ ടോപ്പ് സിംഗർ ആപ്പിലൂടെ കാണാം. നമ്മുടെ എല്ലാം എന്റെമായ നമ്മുടെ പ്രൊഡ്യൂസർ രാകേഷിനോട് ഇത് പറഞ്ഞു നോക്കാം. എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം പ്ലീസ്. അതെ അതെ. ജഗതൂട്ടാ, ഇങ്ങോട്ടോ ഒരു കാര്യം പറഞ്ഞു. നീ നമ്മുടെ കണ്ണല്ലേ, അല്ലേ? മുത്തല്ലേ, പൊന്നല്ലേ, ചക്കരയല്ലേ, വാവയല്ലേ? അപ്പോ ഹെൽത്ത് വളരെ സൂക്ഷിക്കണം. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറൊക്കെ കണ്ട് ENT ആയിരിക്കും, എന്നിട്ട് അതായിരിക്കും കണ്ടിരിക്കുന്നത്. ഇപ്പൊ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ഒന്നുകൂടെ തിരിച്ചു പോയി സംസാരിച്ച് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് അടുത്ത പാട്ട് ആടിച്ച് പൊളിക്കണം. ഓക്കെ.